വയനാടിന് 260 കോടി മാത്രം അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രിയങ്ക ഗാന്ധി. പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിച്ചിട്ടും ജനങ്ങൾക്ക് ലഭിച്ചത് അവഗണന മാത്രം. മനുഷ്യരുടെ ദുരിതങ്ങളെ രാഷ്ട്രീയ അവസരമായി കാണരുതെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, കേന്ദ്രത്തിന്റെ നടപടിയോട് അല്ലെങ്കിൽ അവഗണനയോട് പ്രതികരിച്ചിരിക്കുകയാണ് വയനാടിന്റെ MP. എന്താണ് പ്രതികരണം? ഇതിന് കഴിഞ്ഞ ദിവസമാണ് വയനാട് പുനരധിവാസത്തിന് 260 കോടി രൂപ കേന്ദ്രം അനുവദിച്ചത്. പക്ഷേ നമുക്കറിയാം, കേരളമടക്കം 2000 കോടി രൂപയായിരുന്നു പുനരധിവാസത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 2221 കോടി രൂപ ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രം നൽകിയത് 260 കോടി മാത്രമെന്ന ഒരു വിമർശനമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഉയർത്തിയിരിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നത് വലിയ അവഗണനയാണെന്ന് കൂടി പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എക്സിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പ്രധാനമായും വലിയ ദുരിതമാണ് വയനാട്ടിലെ ജനങ്ങൾ ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് നേരിടേണ്ടി വന്നത്. പിന്നീട് പ്രധാനമന്ത്രി അടക്കം വയനാട്ടിലെത്തിയപ്പോൾ അവർ വലിയ പ്രതീക്ഷയിലായിരുന്നു. തങ്ങളുടെ പുനരധിവാസവും അതുപോലെ തന്നെ തങ്ങൾക്ക് വേണ്ട സഹായം ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വലിയ അവഗണനയെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വയനാട് MP ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ദുരിതാശ്വാസവും അതുപോലെ തന്നെ പുനരധിവാസവും രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണമെന്ന് കൂടി പ്രിയങ്ക ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ജനങ്ങളുടെ കഷ്ടപ്പാടിലല്ല രാഷ്ട്രീയം കളിക്കേണ്ടെന്ന വിമർശനം കൂടി പ്രിയങ്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിന് 260 കോടി അനുവദിച്ചപ്പോൾ അസം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് 1000-ലധികം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ BJP ഭരിക്കാത്ത അല്ലെങ്കിൽ BJP ഇതര സംസ്ഥാനങ്ങൾക്കെതിരെ വലിയൊരു വേർതിരിവ് തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന വിമർശനം തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. 260 കോടി മാത്രമാണ് വയനാട് പുനരധിവാസത്തിന് വേണ്ടി കേന്ദ്രം അനുവദിച്ചത്. അതിൽ ശക്തമായ വിമർശനം തന്നെയാണ് വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.